ഹായ് ഓൾ അസ്സലാമു അലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെ ഒന്ന് കണ്ടുനോക്കിയാലോ. ഇന്ന് കുറച്ച് ഓർഡറും കാര്യങ്ങളും ഉണ്ട്, പിന്നെ ഒരു കൊച്ചു വിശേഷമുണ്ട്. ആ വിശേഷം എന്തെന്ന് വഴിയേ കണ്ടറിയാം. അപ്പോൾ എല്ലാവരും വീഡിയോ ഒന്ന് ഫുള്ളായിട്ട് കാണാം. അങ്ങനെ തന്നെ രാവിലെ തന്നെ അടുക്കളയിലേക്ക് കയറിയിട്ടുണ്ട് ഞാൻ. നല്ല മഴയും ഉണ്ട്, പിന്നെ കൂടെ പണിയുണ്ടാകുമ്പം പിന്നെ ഉറങ്ങാൻ വേണ്ടി പറ്റൂലല്ലോ. അതുകൊണ്ട് പിന്നെ ഞാൻ വേഗം പണി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഒരു ഗ്ലാസ് കട്ടൻ ചായ കുടിച്ചതിന് ശേഷം ചിക്കനൊക്കെ ഒന്ന് മുളക് ഉപ്പൊക്കെ പെരക്കിയിട്ട് അവിടെ വെച്ചിട്ടുണ്ട്, മസാലക്ക് വേണ്ടിയിട്ടില്ല. പിന്നെ ഇതാ ഞാൻ ഉള്ളി അരിഞ്ഞെടുക്കുന്നുണ്ട്. ഉള്ളീൻ്റെ തൊലിയൊക്കെ അനിയത്തി ഉരിഞ്ഞിട്ട് ഒന്ന് റെഡിയാക്കി വെച്ചിട്ടുണ്ടായിനി. എന്നിട്ട് എപ്പോഴും ഞാനല്ലേ പിന്നെ ചിക്കൻ റോളിനൊക്കെ ഉള്ള ദോശ ഉണ്ടാക്കിയെടുക്കുക. അപ്പോൾ ഇന്ന് അവൾ പറഞ്ഞു, നീ ഉണ്ടാക്കിക്കോ മസാല, ഞാൻ ദോശയൊക്കെ ഉണ്ടാക്കിയെടുക്കാമെന്ന്. അങ്ങനെ അതൊക്കെ റെഡിയാക്കിയിട്ട് വരുമ്പോഴൊക്കെ ഉണ്ട് നമ്മുടെ പഴത്തിൻ്റെ ആൾ വിളിക്കുന്നത്. അല്ല, പഴത്തിനെ ഞാനങ്ങോട്ട് വിളിച്ചതാണ്, പഴം വേണമെന്ന് പറഞ്ഞിട്ട്. അങ്ങനെ പഴം ഇവിടെ എത്തിയിട്ടുണ്ട്. ചെറിയ പഴമാണ് കൂടുതൽ, വലിയ പഴത്തിനൊക്കെ നല്ല റേറ്റ് കൂടിയിട്ടുണ്ട്. എന്നാലും നമ്മളെ സാധനത്തിന് നമ്മൾ ഇതുവരെയും റേറ്റ് കൂട്ടിയിട്ടില്ല. റേറ്റ് കുറഞ്ഞാലും റേറ്റ് കൂടിയാലും നമ്മളെപ്പം കൊടുക്കുന്നത് ഒരേ റേറ്റിന് തന്നെയാണ്. അങ്ങനെ പഴമൊക്കെ അവരോട് വാങ്ങിയിട്ടുണ്ട്. പിന്നെ ഇതാ പുറത്തേക്ക് ഇറങ്ങിയിട്ട് അടുപ്പിൽ തീ പറ്റിക്കണ്ടേ, അതിന് വേണ്ടിയിട്ട് ഇതാ അടുപ്പിൽ നിന്ന് വെണ്ണീറൊക്കെ വാരുന്നുണ്ട്. ഇത് എപ്പോഴൊന്നും വാരണ്ട കേട്ടോ, ഒരു 3-4 ദിവസം കൂടുമ്പോൾ വാരിയാൽ മതി. നല്ലോണം ഉള്ളിൽ സ്പേസ് ഇല്ലോണ്ട് ഒരുപാട് വെണ്ണീർ അതിൻ്റെ ഉള്ളിൽ പിടിക്കും. അങ്ങനെ ഇതാ വെണ്ണീറൊക്കെ വാരി. ഇപ്പം മഴക്കാലമല്ലേ, തീ പറ്റാൻ നല്ലോണം കളിയുണ്ടാവും. അപ്പോൾ ഇതാ ഇതുപോലെ ചിരട്ടയിൽ വെണ്ണീർ ഇട്ടിട്ട് അതിൽ കുറച്ച് ഒരു മൂടി ചുമ്മണി ഒഴിച്ചു കൊടുത്താൽ മതി. എന്നിട്ട് കത്തിച്ചാൽ വേഗം തീ പിടിക്കും. വേഗം എളുപ്പത്തിൽ തീ വറ്റിക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഇതുപോലെ ചെയ്തെടുത്തത്. എന്നിട്ട് പിന്നെ നമ്മൾ വിറകും ചേരിയും ഒക്കെ അതിൻ്റെ മുകളിൽ വെച്ച് കൊടുത്താൽ മതി. നല്ല പോലെ എളുപ്പത്തിൽ തീ പിടിച്ച് കിട്ടും. അങ്ങനെ അതൊക്കെ വെച്ചിട്ട് ഞാൻ വട്ടയൊക്കെ അതിൽ ചൂടാകാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. പിന്നെ ഇതാ അനിയത്തി പറഞ്ഞു, ഇന്നലെ ഞാൻ ആത്തച്ചക്ക പഴുത്തിട്ട് കണ്ടിന്, അതൊന്ന് പറിച്ചോന്ന് പറഞ്ഞിട്ട് ഞാൻ പറിക്കാൻ പോയതാണ്. ഇത് നല്ല സാധനമാണ് കേട്ടോ, ക്യാൻസറിനൊക്കെ നല്ല അടിപൊളി സാധനം എന്നാണ് പറയുന്നത്. ക്യാൻസറിനൊക്കെ ചെറുത്ത് നിൽക്കാൻ വേണ്ടിയിട്ട് പറ്റുന്ന ഒരു ഐറ്റംസ് ആണെന്നാണ് പറഞ്ഞത്. ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണ്. ഇത് നല്ല പുളിയും നല്ല മധുരവും ഉണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഉള്ളൊന്ന് കാണിച്ചു തരാൻ വെച്ചാൽ ഞാൻ പുറത്തുനിന്ന് തന്നെ അതൊന്ന് ഓപ്പൺ ആക്കിയിട്ടുണ്ട്. നല്ല അടിപൊളി ടേസ്റ്റ് ഉണ്ട്. പക്ഷേ ഇത് കുറച്ച് പുളിയുണ്ട്, പിന്നെ നല്ല മധുരവും നല്ല പുളിയും ഉണ്ടാവും. അങ്ങനെ അതൊക്കെ ഞാൻ പറിച്ച് അതിൽ നിന്ന് ഒരു പീസ് എടുത്ത് തിന്നിട്ട് അത് ഉള്ളിലേക്ക് അങ്ങ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ചിക്കനൊക്കെ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് അതിലൊക്കെ ഇട്ട് കൊടുത്ത് നല്ല പോലെ ഫ്രൈ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. പിന്നെ അത് അതേ എണ്ണയിലേക്ക് തന്നെ ഞാൻ ഉള്ളി മുറിച്ചതും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ല പോലെ വഴറ്റിയെടുക്കുന്നത്. അത് വഴറ്റാൻ വെച്ചിട്ട് പിന്നെ ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി ഇതൊക്കെ ഒന്ന് ചതച്ചെടുക്കണ്ടേ. അതിന് വേണ്ടിയിട്ട് ഞാൻ ഉള്ളിലേക്ക് കയറിയിട്ട് അതൊക്കെ ചെയ്തെടുക്കുന്നുണ്ട്. ഇതൊക്കെ റെഡി ആയിട്ട് എടുക്കുമ്പോഴേക്ക് നമ്മുടെ ഉള്ളിയൊക്കെ വഴഞ്ഞു വരും. പുറത്തേക്ക് കീയും കയറിയും ചെയ്യേണ്ട പണിയുണ്ട്. ഞാൻ എല്ലാ പൊടികളും നമ്മുടെ മിക്സിയിൽ തന്നെ ഇട്ട് കൊടുത്തിട്ട് ഉള്ളിയൊക്കെ വാടി വരുന്നതേ ഉള്ളൂ. അപ്പോൾ ഞാൻ അതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുത്തിട്ട് പിന്നെ ചിക്കനും മല്ലിച്ചപ്പൊക്കെ റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഉള്ളിലേക്ക് കയറിയിട്ടുണ്ട്. അത് ഇളക്കാണ്ടെന്ന് ഉള്ളിലേക്ക് കയറിന് ഇളക്കി കൊടുത്താൽ അത് നല്ല പോലെ അടിക്ക് പിടിക്കും. നല്ല തീയുണ്ടല്ലോ അടുപ്പിൽ. അങ്ങനെ അതൊക്കെ ഞാൻ അവിടെ വെച്ചിട്ട് പിന്നെ രണ്ടാമത് വന്നിട്ടാണ് നല്ല പോലെ ഇളക്കിയെടുത്തത്. അതിന് ശേഷമാണ് അതിലേക്ക് ഞാൻ മല്ലിയിലും ചിക്കനൊക്കെ ഇട്ടിട്ട് നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം അത് ഇറക്കി വെച്ച് നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട് ചിക്കൻ റോളിനുള്ള. പിന്നെ ഞാനിതാ പഴം അതേ അടുപ്പിൽ തന്നെ വെക്കുന്നുണ്ട്. കുക്കറിലാണ് വെക്കുന്നത്. കാരണം എന്ന് വെച്ചാൽ അത്യാവശ്യം പഴുക്കാത്ത ഒരു പഴമാണ്. കൊണ്ടുവന്നപാടും പഴം കായട ഉണ്ടാക്കുമ്പോൾ പിന്നെ നല്ല ടേസ്റ്റ് ഉണ്ടാവില്ല. ഒരു ദിവസം വീട്ടിൽ വെച്ചിട്ട് കായട ഉണ്ടാക്കണം, അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും. വേഗം എളുപ്പത്തിലാക്കാനും പറ്റും. ഇത് കൊണ്ടുവന്നപാടും പിന്നെ അത് വെക്കാനുള്ള ടൈമും ഇല്ല. അതുകൊണ്ട് പിന്നെ കുക്കറിൽ വെച്ച് വേവിക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ കുക്കറിൽ വെച്ചതാണ്. അങ്ങനെ പഴം വേവുന്ന സമയം കൊണ്ട് ഞാൻ വേഗം ചിക്കൻ റോൾ ഉണ്ടാക്കിയെടുത്ത് എന്നിട്ട് അത് അവൾ അതിൻ്റെ ബ്രെഡ് ക്രംസൊക്കെ മുക്കിയെടുക്കുന്നുണ്ട്. അപ്പോഴേക്കും എനിക്ക് വിശന്നിട്ടുണ്ട്. മസാല ദോശ ആയതുകൊണ്ട് പിന്നെ ഓരോരുത്തരും ആവശ്യത്തിന് വേണ്ടി ചുട്ടെടുക്കണം. അപ്പോഴേ അത് തിന്നാൻ വേണ്ടിയിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടാവും. മൊരിഞ്ഞിട്ട് നല്ലപോലെ തിന്നണ്ടേ. അതുകൊണ്ട് പിന്നെ ഞാൻ ഒന്ന് മാത്രം ഉണ്ടാക്കിയിട്ട് എനിക്ക് വേണ്ടിയിട്ട് തിന്നാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ കൂടെ ചട്നിയാണ് ഉണ്ടായത്, തേങ്ങ ചട്നി. പിന്നെ വേറെ കറികളൊന്നും ഉണ്ടാക്കിയിട്ടില്ല. നമുക്ക് ഇത്ര തന്നെ ധാരാളമാണ്. അതിൻ്റെ മസാലയും ചട്നിയും ഒക്കെ കൂട്ടി തിന്നാൻ വേണ്ടിയിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിന്. നല്ല സൂപ്പറായിട്ടുണ്ടായിന്. എനിക്ക് ഈ പത്തിലും ദോശനേക്കാളൊക്കെ ഇഷ്ടം ഇതുപോലത്തെ ഐറ്റംസ് എല്ലാമാണ്. അങ്ങനെ അതൊക്കെ കഴിച്ചതിന് ശേഷം നമ്മുടെ പഴമൊക്കെ സെറ്റായിട്ട് വെന്തിട്ടുണ്ട്. അതൊന്ന് താഴത്ത് ഇറക്കി വെച്ചതിന് ശേഷം അതേ അടുപ്പിൽ തന്നെ ഞാനിതാ അതിൻ്റെ പണ്ടം ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. അപ്പോഴേക്കും ഇതാ ചിക്കൻ റോളൊക്കെ പാക്ക് ആക്കിയിട്ട് അത് ഫ്രീസറിലേക്ക് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതാ പഴം അതൊക്കെ ഒരു പാത്രത്തിലേക്ക് ഇട്ടിട്ടുണ്ട്. മുട്ട ഇതാ പണ്ടം റെഡിയാക്കി എടുക്കുന്നുണ്ട്. കായടൊക്കെ ഉണ്ടാക്കാനില്ല, അപ്പോൾ അതും റെഡിയായി കിട്ടിയിട്ടുണ്ട്. പിന്നെ ഞാനത് കൊണ്ടുവന്നിട്ട് പഴം ഗ്രൈൻഡറിലിട്ടിട്ട് അതൊന്ന് അരച്ചെടുക്കുന്നുണ്ട്.
അങ്ങനെ പഴമൊക്കെ അരക്കാൻ വേണ്ടിയിട്ട് അതിലേക്കിട്ട് അത് നല്ല പോലെ ഒന്ന് അരച്ചെടുക്കണം. കാരണം എന്ന് വെച്ചാൽ ഇത് നല്ലോണം പഴുത്തിട്ടില്ലല്ലോ, അതുകൊണ്ട് നല്ല പോലെ അരച്ചെടുക്കണം. പിന്നെ ഇതാ ഒരു പീസ് ചക്ക ഉണ്ടായിന്. ഈ ചക്കൻ്റെ കളറ് നോക്കണ്ട, എന്തും മധുരം എന്ന് പറയേണ്ടത് നല്ല തേൻ വരിക്ക തോറ്റു പോകും. അജാതി മധുരം, നല്ല അടിപൊളി ചക്ക. പിന്നെ ആ ചക്കയൊക്കെ ഒന്ന് അവിടുന്ന് ഒഴിവാക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ വേഗം അതൊക്കെ ഒന്ന് മുറിച്ചിട്ട് പാത്രത്തിലേക്ക് ഇട്ടിട്ടുണ്ട്. അപ്പോൾ എന്നും പറയുന്നത് പോലെ എൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അങ്ങനെ ഇതാ നമ്മുടെ ചക്ക മുറിക്കൽ പരിപാടി നടന്നുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ വീഡിയോസിലൊക്കെ കുറേ ആൾ കമൻറ്റിൽ ഇട്ടിട്ടുണ്ടായിന് എൻ്റെ ഹെൽത്ത് ഇഷ്യൂ എന്താണെന്ന് പറയാമോ എന്നൊക്കെ ചോദിച്ചിട്ട്. എനിക്ക് ഡിസ്ക് പ്രോബ്ലം ഉണ്ടായതാണ് കേട്ടോ. 21ാമത്തെ വയസ്സിൽ, അതായത് എൻ്റെ മോന് 1.5 വയസ്സുണ്ടായപ്പോൾ സ്റ്റാർട്ടായതാണ് എൻ്റെ ഡിസ്ക് പ്രോബ്ലം. പിന്നെ ഹോസ്പിറ്റലിലൊക്കെ കയറിറങ്ങലായിരുന്നു എപ്പോഴും പണി. ഫുൾ ബെഡ് റെസ്റ്റും, അങ്ങനെ അഡ്മിറ്റ് ആകലും, ഇഞ്ചക്ഷൻ എടുക്കലും, നടുവിനൊക്കെ ഒരുപാട് ഇഞ്ചക്ഷൻ എടുക്കലും, അങ്ങനെ ഓരോ ഹോസ്പിറ്റലിലേക്കും മാറി പോക്കൊക്കെ ആയിരുന്നു. എന്നിട്ട് ലാസ്റ്റ് അതിൻ്റെ ഇടയിൽ തന്നെയാണ് എൻ്റെ മോളെ പ്രസവിച്ചതിന് ശേഷം തീരെ കടത്തത്തിലൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഓരോ ഹോസ്പിറ്റലിലും അഡ്മിറ്റായി ലാസ്റ്റ് പിന്നെ ഞാൻ ആയുർവേദത്തിൽ 20 ദിവസം അവിടെ കിടന്നിട്ട് ചികിത്സ ചെയ്തതിന് ശേഷമാണ് എനിക്ക് ഒരുവിധം സുഖമായിട്ട് കിട്ടിയത്. അതിന് ശേഷവും പിന്നെയും ഒരുപാട് തവണ ഇതുപോലെ ഡിസ്ക് പ്രോബ്ലം വന്നിട്ടുണ്ട്. പിന്നെ ഞാൻ ഈ പണി 4 വർഷമായില്ലേ ചെയ്യാൻ തുടങ്ങിയിട്ട്. അതിന് ശേഷമാണ് എനിക്ക് അൽഹംദുലില്ലാ എൻ്റെ തടിക്കൊക്കെ നല്ല റാഹത്ത് കിട്ടിയതും നല്ല പെർഫെക്റ്റായിട്ട് ജോലി എടുക്കാൻ വേണ്ടി പറ്റിയതും ഒക്കെ. ഹോസ്പിറ്റലിൽ നിന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിന് ഇനി പ്രസവിക്കാൻ പാടില്ല, അങ്ങനെ ഇങ്ങനെ ജോലിയൊന്നും എടുക്കാൻ പാടില്ല. പിന്നെ അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് വീടൊക്കെ എടുക്കുന്നതാണ് ഞാൻ എന്താക്കേണ്ടത്. അപ്പോൾ പറഞ്ഞു ഷുഗറുള്ള രോഗികൾ ഷുഗർ കഴിക്കാണ്ടിരിക്കലല്ലേ, അതുപോലെ തന്നെ നിങ്ങളും അങ്ങനെ ചെയ്യാണ്ടിരിക്കണം എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഇതാ വർത്തമാനത്തിൻ്റെ ഇടയിൽ എൻ്റെ പണിയൊക്കെ തീർന്നിട്ടുണ്ട്. അനിയത്തി ഹാഫ് മൂൺ ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ ഇതാ ടൈം ഒരുപാടായിട്ടുണ്ട്, 12 മണി കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഞാൻ വേഗം ഡ്രസ്സിന് ഇസ്തിരിയൊക്കെ ഇടുന്നുണ്ട്. ഞാൻ പറഞ്ഞില്ലേ ഇന്നൊരു ചെറിയൊരു കോളേജിൽ പഠിച്ച നമ്മുടെ ഫ്രണ്ട്സ് മീറ്റപ്പ് ഉണ്ട്. അത് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഓരോ വീട്ടിലും വെക്കാറുണ്ട്. അപ്പോൾ കുറേ നാളായി ഇപ്പം മീറ്റപ്പ് കൂടിയിട്ട്. അപ്പോൾ കുറേ നാളായതുകൊണ്ട് തന്നെ ഇന്ന് ആക്കാമെന്ന് പറഞ്ഞിട്ട് നമ്മുടെ മീറ്റപ്പ് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിന് പോകാൻ വേണ്ടിയിട്ടാണ്. കോളേജിൽ പോയിനോ എന്ന് ചോദിച്ചാൽ പോയിന്, ഇല്ലേന്ന് ചോദിച്ചാൽ ഇല്ല. ആകെ ഒരു വർഷം, 2ാമത്തെ വർഷം എക്സാമൊന്നും എഴുതിയിട്ടില്ല. അതിൻ്റെ പേരിൽ തന്നെ ഇപ്പം പോയി ലീവ്. പിന്നെ ഫുള്ള് പോയാൽ എന്തായിരിക്കും അവസ്ഥ. അങ്ങനെ ഇതാ നല്ല മഴ. ഞാൻ ഡ്രസ്സൊക്കെ ഇട്ട് കഴിയുമ്പോൾക്ക് അപ്പോൾ ഫ്രണ്ട്സിനോട് പറഞ്ഞ് അവൾ കാറും എടുത്തിട്ട് വരുന്നുണ്ട്, എന്നെയും കൂടെ അതിൽ കൂട്ടണം എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ അവളെ വണ്ടി വന്നിട്ട് അതിൽ കയറിയിട്ട് അങ്ങനെ പോയായിരുന്നു. അങ്ങനെ അവളെ വീടെത്താനായിട്ടുണ്ട്. ഓരോരുത്തരായിട്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ ഈ പ്രാവശ്യം ആൾ കുറവാണ്. ഓരോരുത്തർക്കും ഓരോ കേസായിട്ട് അങ്ങനെ ആൾക്കാർ കുറവായിരുന്നു. അല്ലെങ്കിൽ ഒരുപാട് ആൾക്കാരുണ്ടായാലുണ്ട് നമ്മൾ ക്ലാസ് പഠിച്ച. പിന്നെ എല്ലാവരും ഉള്ളിലേക്ക് അങ്ങനെ കയറിയിട്ടുണ്ട്. പിന്നെ ഇതാ ഓരോരുത്തരുടെ കൈമയും ഓരോ കെട്ട് കാണുന്നുണ്ട്. അതൊന്നും ഇപ്പം നോക്കണ്ട, അത് വയ്യ ഞാൻ പറഞ്ഞുതരാം എന്താണെന്ന്. ഇവിടത്തേക്ക് കൊണ്ടുവന്ന ഗിഫ്റ്റൊന്നുമല്ല കേട്ടോ. പിന്നെ ഇതാ വെൽക്കം ഡ്രിങ്ക് തന്നിട്ടുണ്ട്. നല്ല പാലും ബത്തക്കയും ഒക്കെ ഇട്ടിട്ടില്ല, നല്ല അടിപൊളി ഡ്രിങ്ക് തന്നിട്ടുണ്ട്. അങ്ങനെ എല്ലാവരും വെള്ളം കുടിച്ചു. മഴ പെയ്താലും നല്ല ചൂടാണ്. പിന്നെ ഇതാ ഓരോരുത്തർക്കും, ഇതെല്ലാം എൻ്റെ ഫ്രണ്ട്സുകളെ മക്കളാണ് കേട്ടോ. അവർക്കൊക്കെ ഫോൺ കൊടുത്തിട്ട് ഒരു സൈഡാക്കിയിട്ടുണ്ട്. എന്നാലേലും നമുക്ക് കലപില ആക്കാൻ വേണ്ടി പറ്റുമോ. പിന്നെ ഞാൻ നേരെ അടുക്കളയിലേക്ക് കയറിയിട്ട് ഫുഡൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുന്നുണ്ട്. ഇങ്ങനെ ഓരോന്നും തുറന്നു നോക്കുമ്പോൾ അവർ പറയുന്നുണ്ട് എന്തായാലും നിൻ്റെ അത്ര എത്തൂല എന്നൊക്കെ. എന്നെ വെറുതെ ഒന്ന് ആക്കി പറയുന്നതാണ്, എന്നാലും ഞാൻ കേട്ട് രസിച്ചു. പിന്നെ ഓരോരുത്തരും മക്കളും ഓരോ ഭാഗത്താക്കാൻ വേണ്ടി ഓരോ കുന്ത്രാണ്ടങ്ങളും കൊണ്ടാണ് ഓരോരാളും വന്നത്. എല്ലാവരും ഒത്തുകൂടിയാൽ പിന്നെ ആ പഴയ കാലത്തിലേക്കൊരു തിരിച്ചു പോക്കാന്ന്. കലപില എങ്ങനെയാണ് അന്ന് ക്ലാസ്സിലുണ്ടായിരുന്നത് അതേ കലപില തന്നെയായിരുന്നു. പിന്നെ അവിടെ ആരുണ്ട് എന്തുണ്ട് പിന്നെ മക്കൾക്കോ ഒന്നും പ്രസക്തിയില്ല. അവരൊക്കെ ഫോൺ കൊടുത്ത് ഒരു സൈഡാക്കിയിട്ട് പിന്നെ നമ്മുടെ വർത്താനവും കളിയും ചിരിയും ഒക്കെ ആയിരുന്നു. നല്ല അടിപൊളി വൈബായിരുന്നു. പിന്നെ എല്ലാവരും മക്കളെയും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് വരുത്തണം എന്നും പറഞ്ഞിട്ട് എന്നോട് വീഡിയോ എടുക്കാൻ പറഞ്ഞതാണ്. എല്ലാവരും ഒന്ന് വീഡിയോ എടുക്കുമെന്ന് പറഞ്ഞത് നമ്മുടെ ഫാത്തിമാൻ്റെ മോളാണ്. അങ്ങനെ എല്ലാവരും മക്കളെയും ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ അടുത്ത സെക്ഷൻ എന്ന് പറയുന്നത് ഫുഡ് കഴിക്കലാണ്. അങ്ങനെ ഇതാ പൊറോട്ടയും നല്ല ചിക്കൻ ബിരിയാണിയും ചില്ലിയും ചിക്കൻ കറിയും അച്ചാറും തൈരും ഒക്കെ ഉണ്ടായിരുന്നു. നല്ല അടിപൊളിയായിരുന്നു. പിന്നെ ഇതാ ഞാനൊരു ഫോട്ടോ എടുത്ത് കൊടുക്കുന്നു. കണ്ട പണ്ടേ 80s എന്ന് തന്നെ പറയാം, നല്ല ബ്ലാക്ക് ആൻഡ് വൈറ്റ് പിക്ചർ അതേ സ്പോട്ടിൽ തന്നെ നമുക്ക് കയ്യിൽ നിന്ന് കിട്ടും. ഞാനതൊക്കെ അവൾക്ക് എടുത്തിട്ട് ഇങ്ങനെ കാണിച്ചു കൊടുക്കുകയും ഞാൻ നോക്കുകയൊക്കെ ചെയ്തത്.
പിന്നെ ഞാനും പിന്നെ ആണുങ്ങളൊക്കെ കഴിച്ച് പിന്നെ കുട്ടികളൊക്കെ ഫസ്റ്റ് അവർക്ക് ഫുഡ് കൊടുത്തതിന് ശേഷം നമ്മൾ തന്നെ എല്ലാവരും കൂടിയിട്ട് ടേബിൾമ കൊണ്ടുവച്ച് ഫുഡൊക്കെ കൊണ്ടുവച്ച് പാത്രമൊക്കെ കൊണ്ടുവച്ചിട്ട് എല്ലാവരും ഇരുന്നിട്ട് ഒരുപോലെ കഴിക്കുകയെന്ന് ഓരോരുത്തരും എനിക്ക് വിളമ്പി തരുന്നുണ്ട്, ഞാൻ അങ്ങോട്ടും വിളമ്പി കൊടുക്കുന്നുണ്ട്. പിന്നെ അങ്ങനെ അതൊക്കെ കൂട്ടി ചോറും സലാഡും അച്ചാറും പിന്നെ ചില്ലിയൊക്കെ കൂട്ടിയിട്ട് ഞാനും ഒരു പിടുത്തം പിടിച്ചു. പിന്നെ ഇതാ പാത്രങ്ങളൊക്കെ ഉണ്ട് കഴുകാൻ വേണ്ടിയിട്ട്, അതൊക്കെ ഒന്ന് കഴുകി പിന്നെ സെറ്റായിട്ട് എല്ലാവരും കൂടിയിട്ടാണ് എല്ലാം ചെയ്യൽ. പിന്നെ ഇതാ തിന്ന പാത്രങ്ങളൊക്കെ ഓരോരുത്തരും എടുത്ത് അടുക്കളയിലേക്ക് കൊണ്ടുവെക്കുന്നുണ്ട്. പിന്നെ ഇതെൻ്റെ ചങ്കാന്ന് ഓളിതാ ലിഫ്റ്റിക്കൊക്കെ ഇടുന്നുണ്ട്. അടുത്ത ഫോട്ടോ സെക്ഷന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പാണ്. പിന്നെ ഫ്രൂട്ട്സും പിന്നെ പുഡിങ്ങും പിന്നെ കസ്റ്റാർഡൊക്കെ ഉണ്ടായിട്ടുണ്ട്, ഫ്രൂട്ട് സലാഡ്. അങ്ങനെ പിന്നെ അടുത്ത അടി അതിനായിരുന്നു. പിന്നെ ഫുഡിൻ്റെ അടുക്ക അടിയില്ലെങ്കിലും ഇതിൻ്റെ അടുക്ക ഭയങ്കര അടിയായിരിക്കും, എല്ലാവരും കൈയിട്ട് വാരലും ഒക്കെ ആയിട്ട്. ഇതാ പിന്നെ പിള്ളേരെക്കാട്ടിയും കഷ്ടം എന്ന് പറയാം, അങ്ങനെയായിരുന്നു. എന്നാലും നല്ല രസമാണ്. പിന്നെ അമ്മ പഴയ ആയിലേക്ക് പോകുമ്പോൾ ഒരു പ്രത്യേക ഒരു രസം തന്നെയല്ലേ. ഒരു സ്ട്രെസ്സോ ടെൻഷനോ കാര്യങ്ങളോ ഒന്നുമില്ലായിട്ട് ഒരു ദിവസം ഫ്രീ ആയിട്ട് ഇങ്ങനെ കിട്ടുമ്പോൾ ഒരു പ്രത്യേക ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിലാണ് നമ്മൾ സ്വയം നിയന്ത്രിക്കേണ്ടത്. അങ്ങനെ ഓരോരുത്തരും കൈയിട്ട് വാരിയിട്ട് കിട്ടിയത് ഇതൊക്കെയാണ് കേട്ടോ. ഇതുപോലെ എല്ലാവർക്കും ഉണ്ടായിന് ഇതുപോലെ തന്നെ. എല്ലാവരും കയറി വരുമ്പം തന്നെ എല്ലാവരുടെ കയ്യിലും ഓരോ കെട്ടുണ്ടായിട്ടില്ലേ, അത് ഇതൊക്കെ തന്നെയായിരുന്നു കേട്ടോ. ഓരോരുത്തരും ഓരോ ഐറ്റംസും കൊണ്ടുവന്ന് വന്നിട്ട് ഓരോരുത്തർക്കും കൊടുത്തതാണ്. അങ്ങനെ എല്ലാ പരിപാടിയും കഴിഞ്ഞിട്ടുണ്ട്. ലാസ്റ്റ് ഒരു കേക്ക് കട്ടിങ്ങും കൂടി ബാക്കിയുണ്ട്. അപ്പം തന്നെ 4:30 മണിയായിട്ടുണ്ട്. ഈ കേക്ക് കട്ടിങ്ങോട് കൂടിയിട്ട് നമ്മുടെ കലാപരിപാടികൾ അവസാനിക്കുകയും ചെയ്യും കേട്ടോ. അങ്ങനെ കേക്കൊക്കെ കട്ടിങ് ചെയ്തിട്ട് എല്ലാവർക്കും ഓരോ പീസ് വീതം കൊടുത്തു. എനിക്കും കിട്ടി ഒരു പീസ്. നല്ല അടിപൊളിയായിട്ട് അൽഹംദുലില്ലാ റാഹത്തായിട്ട് എല്ലാ പരിപാടിയും കഴിഞ്ഞ് പിന്നെ അങ്ങനെ കിട്ടിയ സാധനങ്ങളൊക്കെ കൊണ്ടിതാ എല്ലാവരും യാത്ര പറഞ്ഞ് അവളോട് ടാറ്റ പറഞ്ഞിട്ട് വേറൊരു സ്ഥലത്ത് വീണ്ടും കാണാമെന്ന പ്രതീക്ഷയിൽ എല്ലാവരും മടങ്ങി. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. പുതിയ റെസിപ്പികളും പുതിയ വിശേഷങ്ങളുമായി വീണ്ടും വരുന്നത് വരേക്കും ബൈ. കുറേ സമയമില്ലേ എല്ലാവരും കൈയിട്ട് വരുന്നത്. ഇതൊക്കെ ആയിരുന്നു കേട്ടോ എനിക്ക് കിട്ടിയത്. എല്ലാവർക്കും ഇതുപോലെ തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് വീട്ടിലേക്ക് വരുമ്പം തന്നെ എല്ലാവരുടെ കൈമയും ഓരോ കെട്ടുണ്ടായിട്ടില്ലേ, അത് ഇതൊക്കെ ആയിരുന്നു കേട്ടോ. അല്ലാണ്ട് അവൾക്ക് വേണ്ടിയിട്ടുള്ള ഗിഫ്റ്റ് ഇല്ല. അവൾക്ക് വേണ്ടിയിട്ടുള്ള ഗിഫ്റ്റ് പ്രത്യേകം തന്നെ ഉണ്ടായിന്. അത് പിന്നെ അങ്ങനെ ഇതിൽ കാണിക്കുന്നില്ല. പിന്നെ ഇതാ നമ്മൾ കൊടുത്തത് അങ്ങനെ കാണിക്കാൻ പാടില്ലല്ലോ, അതുകൊണ്ട് കാണിക്കുന്നില്ല എന്ന് മാത്രം. പിന്നെ ഇതാ നല്ലൊരു കേക്ക് ഉണ്ടായിന്. അത് കട്ട് ചെയ്യലോടുകൂടി നമ്മുടെ പരിപാടി ഇവിടെ സമാപിക്കും. ലാസ്റ്റ് വൈകുന്നേരം 4:30 മണിയായിട്ടുണ്ട്. അപ്പോഴാണ് കേക്ക് കട്ട് ചെയ്യുന്നത്. സമയം പോയത് അറിഞ്ഞിട്ടേയില്ല. പിന്നെ ഇതാ എല്ലാവർക്കും ഓരോ പീസ് കേക്ക് കൊടുത്തു. എനിക്കും കിട്ടിയ ഒരു പീസ് കേക്ക് അടിപൊളിയായിരുന്നു. മാഷാല്ലാ അൽഹംദുലില്ലാ. അങ്ങനെ റാഹത്തായിട്ട് നമ്മളെ പരിപാടിയൊക്കെ കഴിഞ്ഞ് എല്ലാവരും കിട്ടിയതും കൊണ്ട് ടാറ്റാവും പറഞ്ഞിട്ട് അവളോട് യാത്ര പറഞ്ഞിട്ട് നമ്മൾ പിരിഞ്ഞ് അങ്ങനെ ഇതാ വണ്ടിയിലേക്ക് കയറാൻ പോയെന്ന്. അപ്പോൾ ഇത്രയൊക്കെ തന്നെയുള്ളൂ ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. പുതിയ വിശേഷങ്ങളും പുതിയ റെസിപ്പികളുമായി വീണ്ടും വരുന്നത് വരേക്കും ബൈ.